കോഴിക്കോട്ടെ വടകര ഭാഗത്തു നിന്ന് മുംബൈയിലേക്ക് കുടിയേറിയ കടത്തനാട് കുടുംബ കൂട്ടായ്മയാണ് മാവുകൾ നട്ടുവളർത്തുന്നത്. വടകര ഭാഗത്ത് പ്രിയമേറിയ ഒളോർ മാവുകളാണ് അവർ ഇപ്പോൾ വളർത്തുന്നത്. അവരുടെ കഥയിലേക്കാണ് ഇനി. നവി മുംബൈയിലെ ഐരോളിയിലെ ബയോഡൈവേഴ്സിറ്റി സെന്ററിൽ ഇങ്ങനെ 30-ലേറെ മാവുകൾ നിരനിരയായി കാണാം. വടകരയിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് മുളപ്പിച്ച് പരിപാലിച്ചാണ് ഇത്രയുമാക്കിയത്. 6 വർഷം മുൻപാണ് കടത്തനാട് കുടുംബ കൂട്ടായ്മ ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയത്. കൂട്ടത്തിലെ കുട്ടികളെ കൊണ്ട് മാവുകൾ ഓരോന്നും നട്ടു. അവർക്കൊപ്പം അവയും വലുതായി. ഞങ്ങള് കുറെ വർഷം മുന്നേ നട്ടു. ഇപ്പം മരമായി വലുതായി. അപ്പം കാണുമ്പോൾ നല്ല സന്തോഷം. എങ്ങനെയുണ്ട് മാവൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷം? സന്തോഷം. നീ നട്ടിട്ടുണ്ടോ മാവ്? ആ, നട്ടിട്ടുണ്ട്. എത്രണ്ണം നട്ടു? 1. അപ്പോൾ വലുതായി കാണുമ്പോൾ എന്താ തോന്നുന്നത്? നല്ല സന്തോഷം. നാടിന്റെ ഓർമ്മകൾ കൂടിയാണ് ഈ മാവുകൾ. അതുകൊണ്ടാണ് കടത്തനാട്ടുകാരന്റെ പ്രിയപ്പെട്ട ഒളൂർമാവ് തന്നെ നടാൻ തീരുമാനിച്ചത്. മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു മാങ്ങയാണ് ഒളൂർമാവ്. ഓരോ വർഷവും നമ്മൾ കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ കുട്ടികൾ മാത്രമല്ല, നമ്മളെപ്പോലത്തെ കുട്ടികളും എല്ലാം വന്നിട്ട് ഇതിൻ്റെ ആനന്ദം എടുക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളെന്ന് വെച്ചാൽ മണ്ണിലിറങ്ങുവോ കളിക്കുവോ ഒന്നുമില്ല. അവർ ജസ്റ്റ് എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഈ തലമുറ എന്ന് പറഞ്ഞാൽ ടർഫിലും അവിടെ ഇവിടെയെല്ലാം കളിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ മണ്ണിൽ ഒരു എന്തെങ്കിലും ഒന്ന് നട്ട് അതിൻ്റെ അകത്തുനിന്നൊരു കായ ഉണ്ടായി കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മഹത്തായ ഒരു സംഭവമായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ സ്വദേശത്തും കൂട്ടായ്മ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേത് വടകരയിലെ ആയുർവേദ ആശുപത്രിയിലേക്ക് ആവശ്യമായ ബെഡ്ഷീറ്റുകൾ കഴിഞ്ഞ ദിവസം കൈമാറിയതാണ്. 24 മുംബൈ.